Okay, so good evening everyone. നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്ങിന്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഇന്നലെ നമ്മൾ പെർസെൻറ്റേജസ്, റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് കാര്യങ്ങളാണ് നോക്കിയത്. സോ ഇന്ന് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, പിന്നീട് ഡയറക്ഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രോഫിറ്റ്സ്, ലോസ് ആൻഡ് ഡിസ്കൗണ്ട്. സോ അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എസെൻഷ്യലി നമ്മൾ ക്വിക്കായിട്ട് പറഞ്ഞു പോവാം, അപ്പോൾ നമുക്കൊന്ന് സമയം കുറവാണ്. സോ നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സാധനം, ബേസിക് കച്ചവടം. സോ 10 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു സാധനം 15 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് 5 രൂപ ലാഭം ഉണ്ടാവും. സോ അതാണ് എസെൻഷ്യലി സംഭവിക്കുന്നത്. 10 രൂപ എന്നുള്ളത് 15 രൂപ ആകുമ്പോൾ സംഭവിക്കുന്നത് 50% ഗ്രോത്ത് ആണെന്നും 5 രൂപ പ്രോഫിറ്റ് ആണെന്നും അത് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന 10 രൂപയുടെ 150% അല്ലെങ്കിൽ 1.5 ടൈംസ് ആണെന്നും മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങൾ ഈ ആൻസേഴ്സ് ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ എസെൻഷ്യലി സ്പീക്കിംഗ് ഒറ്റ റൂളേ ഉള്ളൂ. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള അതിന്റെ ആക്ച്വൽ വാല്യൂ, അല്ലെങ്കിൽ നിങ്ങൾ അത് എന്ത് വിലക്കാണ് ആദ്യം പർച്ചേസ് ചെയ്തത്, അതാണ് കോസ്റ്റ് പ്രൈസ്. അതിനെ നിങ്ങൾ പിന്നീട് ഏത് വിലക്കാണ് വിൽക്കുക എന്നുള്ളതാണ് സെല്ലിംഗ് പ്രൈസ്. ദ പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് ഈസ് സോൾഡ് ലേറ്റർ. ഓക്കെ, സോ അതാണ് സെല്ലിംഗ് പ്രൈസ്. ആൻഡ് അതിന്റെ കൂടെ പ്രോഫിറ്റും കൂടെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നു. കോസ്റ്റ് പ്രൈസിന്റെ കൂടെ പ്രോഫിറ്റും കൂടെ ചേർക്കുമ്പോൾ സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നു. ആൻഡ് പ്രോഫിറ്റ് എന്നുള്ളത് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ളത് കോസ്റ്റ് പ്രൈസിന്റെ എത്രയോ ശതമാനമാവാം, അല്ലെങ്കിൽ വെറുതെ ഒരു സംഖ്യ ആവാം, എത്രയോ തുകയാവാം, എന്താണ്. സോ അത് പെർസെന്റേജിൽ എഴുതാനും അല്ലെങ്കിൽ വെറുതെ ന്യൂമറിക്കലായിട്ട് എഴുതാനും നമ്മൾ അറിയണം. സോ പെർസെന്റേജ് നമ്മൾ ഇന്നലെ നമ്മളൊന്ന് റെഫർ ചെയ്ത് നമ്മളൊരു ടാബ്ലർ കോളം ആക്കി ഡെസിമൽസ്, ഫ്രാക്ഷൻസ് ആൻഡ് പെർസെന്റേജ് നമ്മൾ നോക്കിയാണ്. സോ അത് ഇവിടെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആവും. ഓക്കെ, സോ നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന സിനാരിയോസിൽ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. റൈറ്റ്? ഓക്കെ, സോ വാട്ട് വുഡ് ബി ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എൻ ഐറ്റം വിച്ച് ഈസ് സോൾഡ് അറ്റ് എ പ്രൈസ് ഓഫ് ₹600 വിത്ത് എ പ്രോഫിറ്റ് ഓഫ് 20%? സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് ആണ് വേണ്ടത്. നൗ വിച്ച് ഈസ് സോൾഡ് അറ്റ് എ പ്രൈസ് ഓഫ് 600 എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ് 600. അപ്പൊ നിങ്ങൾക്ക് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 600 ആണ്. പ്രോഫിറ്റ് എന്നുള്ളത് 20% തന്നിട്ടുണ്ട്. ഓക്കെ, സോ 20% എന്തിന്റെ ആണെന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തുവിന്റെ, എന്തോ വസ്തുവിന്റെ, ഒരുപക്ഷെ ഒരു ബുക്കായിരിക്കാം, ഒരു ബുക്കിന്റെ വിലയുടെ 20% പ്രോഫിറ്റിൽ നമ്മൾ വിറ്റപ്പോൾ ശരിക്കും നമ്മൾ 600 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആക്ച്വൽ പ്രൈസ് എന്താണ്? ഇതാണ് ചോദ്യം. ഓക്കെ, സോ ഞാൻ എന്റെ വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാം ടു റൈറ്റ് ഇറ്റ് ഡൗൺ. അതായത് നമുക്ക് സെല്ലിംഗ് പ്രൈസ് അറിയാം അല്ലെ? സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് വി നോ സെല്ലിംഗ് പ്രൈസ് ഈസ് 600. ഓക്കെ, 600 rupees ആണ് സെല്ലിംഗ് പ്രൈസ്. ഇനി നമുക്ക് എന്തറിയാം? പ്രോഫിറ്റ് അറിയാം. പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഈസ് 20% അല്ലെ? ഇനി 20% എന്തിന്റെയാണ്? ഓക്കെ, അതായത് നമ്മൾ കയ്യിലുള്ള ഒരു വസ്തു വാങ്ങിച്ചിരിക്കുന്ന എത്രയോ പ്രൈസിന്റെ എക്സ് വിലക്കാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അതിന്റെ 20% പ്രോഫിറ്റ് ചേർത്തിട്ടാണ് നമ്മളിപ്പോ വിൽക്കുന്നത്. അതായത് ആ വില, അതായത് എക്സ് എന്നുള്ള വസ്തുവിന്റെ വില പ്ലസ് എക്സിന്റെ 20% കൂടെ ചേർക്കുമ്പോൾ 20% ഞാൻ 0.2 എന്ന് എഴുതി. സോ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ നമ്മൾ 0.2 എന്നുള്ളത് 20% ആണെന്നും, അല്ലെങ്കിൽ അത് 20/100 എന്ന് എഴുതാവുന്നു, 2/10 എന്ന് എഴുതൊക്കെ നമ്മൾ കണ്ടാണ്. ഓക്കെ, സോ എക്സ് അതിന്റെ കൂടെ എക്സിന്റെ 20% കൂടെ ചേർത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 600 കിട്ടി അല്ലെ? സോ ഇത്രേ ഉള്ളൂ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. എസെൻഷ്യലി ഇറ്റ് ബിക്കംസ് 1.2 ടൈംസ് എന്തോ വില ഈസ് ഈക്വൽ ടു 600. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 600 ഡിവൈഡ് ബൈ 1.2 നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. 60/12 ചെയ്യുക, യു വിൽ ഗെറ്റ് 5. അതായത് 500 ആണ് നിങ്ങളുടെ ആൻസർ. അതായത് 500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിയ ഒരു സാധനം, അല്ലെങ്കിൽ 500 രൂപ വിലയുള്ള ഒരു സാധനം നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ അതിന്റെ 20%, 500ന് 20% എത്രയാണ്? നമ്മൾ ശതമാന കണക്ക് കൂട്ടി ഇന്നലെ അല്ലെ? 500ന് 20% നമ്മൾ എങ്ങനെ പിടിക്കും? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജ് എടുക്കാം. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ആൻസറിലേക്ക് എത്തി. എന്നാലും നമ്മൾ റിവേഴ്സ് പോവാണ്. ഓക്കെ, 20% ഓഫ് 500. നമ്മുടെ ആൻസർ ശരിയാണോ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ 20% ഓഫ് 500 ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് പോകുന്നത്? 500നെ എടുക്കുന്നു, അതിന്റെ 10% നമ്മൾ അത് നോക്കുന്നു.
10% എത്രയാണ്? വിനോ 510% എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി, 50 കിട്ടും. ഓക്കെ, സോ 20% എന്നുള്ളത് അതിന്റെ ഇരട്ടിയാണ്. സോ ഇറ്റ് വിൽ ബിക്കം 100. അപ്പൊ 520% 100 ആണ്. ഓക്കെ, സോ 500ന്റെ 20% ഈക്വൽ ടു 100. അപ്പോ 500ന്റെ ഇവിടെ 20% അധിക വിലയായ 100 രൂപയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 500 പ്ലസ് 20% 500 എത്രയാണ്? 100. ദാറ്റ്സ് ഈക്വൽ ടു 600. സോ 600 ആണോ നമ്മുടെ സെല്ലിംഗ് പ്രൈസ്? യെസ്, നമ്മുടെ ക്വസ്റ്റ്യനിലും 600 ആണ് സെല്ലിംഗ് പ്രൈസ് അല്ലേ? ദാ സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് ഇവിടെ 600 ആണ്, റൈറ്റ്? അപ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആയിട്ട് നമുക്ക് വേണ്ടത് അറ്റ് വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് എന്നാണ് ചോദിച്ചത്. സോ ആൻസർ ഈസ് 500. ഓക്കെ, സോ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് ഇത്ര സമയം എടുത്ത്. ഇൻഡയറക്ട്ലി ഒരു 20 സെക്കൻഡ്സ് അല്ലെങ്കിൽ 25 സെക്കൻഡ്സിന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഓക്കെ. സോ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റൈറ്റ്, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് ഓൺ ആക്കി നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആഫ്റ്റർ സെല്ലിംഗ് എ റേഡിയോ പ്ലെയർ അറ്റ് ₹27,000, the dealer suffers a loss of 10%. At what price should he sell it to gain a profit of 10%? സോ എന്താണ് ചോദ്യം? ഒരു ഡീലർ അയാളുടെ റേഡിയോ പ്ലെയർ 27,000 രൂപയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് എന്താണ് ഉണ്ടായത്? 10% നഷ്ടമാണ് ഉണ്ടായത്. 10% നഷ്ടം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി വേറൊരു ചിന്തയും കൂടെ വരണം. ഓൾറെഡി 100% വിലയുള്ള എന്തോ ഒരു വിലയുടെ 90%-ത്തിനാണ് അയാൾ ഇപ്പോൾ വിറ്റിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 100% വില ഉണ്ടായിരുന്നതിൽ നിന്ന് 10% നഷ്ടം വന്നു. അതായത് അയാൾ ഇപ്പോൾ 90% വിലക്കാണ് വിറ്റിരിക്കുന്നത്. എന്തോ വാല്യൂവിന്റെ 90% 27,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു കാര്യമാണ്. ഇപ്പോ സപ്പോസ് എന്തെങ്കിലും മനസ്സിലാവാൻ ഡിഫിക്കൽട്ടി ഉള്ളവർ ഇതൊരു വലിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 10% നഷ്ടം എന്ന് പറയുമ്പോൾ അത് വിലയുടെ 90% ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ചോദ്യം എന്താണ്? അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ ഇറ്റ് ടു ഗെയിൻ എ പ്രോഫിറ്റ് ഓഫ് 10%? നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ അയാൾക്ക് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അയാൾക്ക് ലാഭം ഉണ്ടാവണമെങ്കിൽ എത്ര വിലക്ക് വിൽക്കണമായിരുന്നു? റൈറ്റ്? ഓക്കെ, സോ നമ്മുടെ ഡീലർ വിറ്റിരിക്കുന്നത് അയാളുടെ എത്രയോ വിലയുണ്ട്. വില നമുക്കറിയില്ല, വില നമുക്ക് തൽക്കാലം എക്സ് എടുക്കാം. അതിന്റെ 90%, 90%-ത്തിന് ഞാൻ എങ്ങനെ എഴുതുന്നു? 0.9 എന്ന് എഴുതുന്നു. 90% 27,000 ആണല്ലോ. അതിൽ സംശയമില്ലല്ലോ, കാരണം 10% നഷ്ടം സഹിച്ചിട്ടാണ് അയാൾ 27,000-ത്തിൽ വിൽക്കുന്നത്. ഓക്കെ, സോ 90% 27,000. അങ്ങനെയാണെങ്കിൽ എക്സ് വില എന്തായിരിക്കും? 27,000 ഡിവൈഡഡ് ബൈ 0.9. നിങ്ങൾ ആ ഡിവിഷൻ ചെയ്യാതിരിക്കാം. 27,000 ഡിവൈഡഡ് ബൈ 0.9 എന്നുള്ള ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ 27/9 ചെയ്യാം. ഓക്കെ, സോ വാട്ട് യു വിൽ ഗെറ്റ് ഈസ് അറൌണ്ട് 3. അതിന്റെ 90% എന്ന് പറഞ്ഞാൽ 27,000-ത്തിന്റെ 90% എന്ന് പറഞ്ഞാൽ ഓക്കെ, ഐ എം സോറി. ഓക്കെ, റൈറ്റ്. ഓക്കെ, സോ 27,000-ത്തിന്റെ അല്ല, ഏതോ ഒരു വിലയുടെ 90% 27,000. ഐ എം സോറി, ഞാനൊന്ന് കൺഫ്യൂസ് ആയി. ഓക്കെ, സോ ഏതോ ഒരു വിലയുടെ 90% 27,000. സോ വാട്ട് യു ക്യാൻ ഡു ഈസ് 27,000 ഡിവൈഡ് ബൈ 0.9 ചെയ്യുക. അതായത് എഫക്റ്റീവ്ലി നിങ്ങൾക്ക് കിട്ടുന്നത് 30,000 എന്നുള്ളൊരു വിലയാണ്. 27 ഡിവൈഡ് ബൈ 0.9 ചെയ്യുമ്പോൾ നിങ്ങൾ എസെൻഷ്യലി ചെയ്യേണ്ട 27/9 ഒരു 3 എഴുതുക. അതിനുശേഷം ഒരു 10% അധികമാണ്. സോ 27,000-നെക്കാട്ടിലും വലിയ വിലയായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇറ്റ് എസെൻഷ്യലി ബിക്കംസ് 30,000. സോ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് പോയാൽ നിങ്ങൾ റൈറ്റ്. സോ ശരിക്കുള്ള വില 30,000 രൂപയാണ്. ഇനി 30,000 രൂപ ഉണ്ടായിരുന്ന ഒരു സാധനം അയാൾ 10% നഷ്ടത്തിൽ വിറ്റപ്പോൾ 27,000 രൂപയ്ക്കാണ് വിറ്റത്. കറക്റ്റ് ആണല്ലോ, കാരണം 30,000-ത്തിന്റെ 10% എത്രയാണ്? 10% ഓഫ് 30,000 എത്രയാണ്? 3,000 രൂപയാണല്ലോ അല്ലെ? നമ്മൾ ഇന്നലെ ശതമാനങ്ങൾ പിടിച്ചു 3,000 രൂപ. സോ 30,000-ത്തിൽ നിന്ന് 3,000 രൂപ നഷ്ടം സഹിച്ചാൽ, അതായത് 10% നഷ്ടം സഹിച്ചാൽ 30,000 മൈനസ് 3,000 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? ഇറ്റ് ഈസ് 27,000 അല്ലെ? 27K. സോ ഇതാണല്ലോ. സോ ആ കണക്ക് കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വില എന്ന് പറയുന്നത്, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 30,000 രൂപയാണ്. ഇറ്റ് ഈസ് 30K. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്?
ഏത് വിലയ്ക്ക് വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് 10% ലാഭം ഉണ്ടാകുമായിരുന്നു. 10% ലാഭം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള വിലയുടെ 110% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 10% ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഉള്ള വില എന്ന് പറഞ്ഞാൽ 100%. 100%ആണല്ലോ അതിന്റെ ശരിക്കുള്ള വില. അതായത് 30,000 രൂപ. 100%ആണ് 30K എന്ന് പറയുന്നത്, അല്ലെ? സോ ഇതിന്റെ 10% എത്രയാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്? 30Kയുടെ 10% എന്ന് പറയുന്നത് 3K, അല്ലെ? സോ 100% പ്ലസ് 10% ആണല്ലോ 110%. സോ 110% എന്ന് പറയുമ്പോൾ 30K പ്ലസ് 3K 33K എന്ന് വരും. അതായത് 110% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10% എബവ് 100%, റൈറ്റ്? അതായത് 10% എബവ് എന്ന് പറഞ്ഞാൽ ഹിയർ ദിസ് എസെൻഷ്യലി ഇംപ്ലൈസ് പ്രോഫിറ്റ്, അല്ലെ? സോ 10% പ്രോഫിറ്റിൽ വരണമെങ്കിൽ നിങ്ങൾ 110% ഓൾറെഡി ഉള്ള വിലയുടെ 10% അധികം വിലയിൽ വിൽക്കണം. അതായത് 33,000 രൂപയ്ക്ക് വിൽക്കണം. ഓക്കെ, സോ 33,000 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ അയാൾക്ക് 10% ലാഭം ഉണ്ടാകുമായിരുന്നു. അയാൾ ഇപ്പൊ വിറ്റത് 10% നഷ്ടത്തിലാണ്, അത് 27,000 രൂപയ്ക്കാണ്. സോ എൻറ്റയർ കണക്ക് ഇപ്പൊ ശരിയായിട്ടുണ്ട്, റൈറ്റ്? സോ പെർസെൻറ്റേജ് നമ്മൾ വീണ്ടും ഏതോ വിലയുടെ 90% ആണെന്നുള്ളത് എടുത്തു. ഓക്കെ, സോ ആ വില നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 27/9 ചെയ്തു, നമ്മൾ 30,000 കിട്ടി. 30,000ന്റെ 10% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 3,000 രൂപയാണ്. ഓക്കെ, സോ ജസ്റ്റ് ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി. സോ ആ 3,000 രൂപ അധികം വിലയ്ക്ക് വിറ്റിരുന്നെങ്കിൽ 10% ലാഭം കിട്ടിയാണ്. കാരണം 10% 3,000 ആണ്, റൈറ്റ്? സോ ദാറ്റ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് തോന്നും. ഓക്കെ, now Kunal bought equal quantities of 2 varieties of mangoes, one at a rate of rupees 240 for 4 kgs and the other variety at a rate of rupees 500 for 10 kgs. He mixed both varieties and sold them for rupees 70 per kg. What is the profit or loss in percentage for the whole scenario? Okay, so question ശ്രദ്ധിച്ചു വായിക്കണം. എല്ലാവർക്കും മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് ഒരു വാസ്റ്റ് മെജോറിറ്റി ചെറിയ മിസ്റ്റേക്ക് വരുത്തിയേക്കും. ഓക്കെ, സോ എന്താണ് ചെയ്തിരിക്കുന്നത്? കുണാൽ 2 വെറൈറ്റി ഓഫ് മാംഗോസ് വാങ്ങിച്ചു. 1 അറ്റ് എ റേറ്റ് ഓഫ് 240 ഫോർ 4 കിലോഗ്രാം. അതായത് 4 കിലോഗ്രാമിന് 240 ഫോർ 4 കിലോഗ്രാം, അതാണ് ഒരു സെറ്റ് വാങ്ങിച്ചത്. ആൻഡ് 500 ഫോർ 10 കിലോഗ്രാം, അതാണ് മറ്റൊരു വെറൈറ്റി വാങ്ങിച്ചത്. ഓക്കെ, സോ ഇനി അയാൾ എന്താണ് ചെയ്തത്? അയാൾ രണ്ടും കൂടെ മിക്സ് ചെയ്തു, എല്ലാം കൂടെ മിക്സ് ചെയ്ത് 70 പെർ kgക്ക് അയാൾ അത് സെല് ചെയ്തു, അല്ലെ? സോ ഇത്രയാണ് നമുക്ക് ഉള്ള ഡേറ്റ. ആൻഡ് വാട്ട് ഈസ് ദ പ്രോഫിറ്റ് ഓർ ലോസ്? ഓക്കെ, സോ ഇതാണ് നമുക്കുള്ളത് ഡേറ്റ. 240 ഫോർ 4 കിലോഗ്രാം, 500 ഫോർ 10 കിലോഗ്രാം. ഓരോ കിലോഗ്രാമിനല്ല, 4 കിലോഗ്രാമിന് 240 രൂപ ചേർത്താണ് അദ്ദേഹം വെച്ചത്. അതായത് 1 കിലോയ്ക്ക് 60 രൂപ വെച്ചിട്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അയാൾ സെല് ചെയ്തപ്പോൾ അയാൾക്ക് ഉണ്ടായ ലാഭം അല്ലെങ്കിൽ നഷ്ടം ശതമാനത്തിൽ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, റൈറ്റ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, ആ ക്വസ്റ്റ്യനിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ പറയുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാവരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. കുണാൽ ബോട്ട് ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് 2 വെറൈറ്റീസ് ഓഫ് മാംഗോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ഫസ്റ്റ് വെറൈറ്റി 4 കിലോഗ്രാം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് വെറൈറ്റിയും 4 കിലോ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സെക്കൻഡ് വെറൈറ്റി 10 കിലോഗ്രാം ആണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് വെറൈറ്റിയും 10 കിലോഗ്രാം ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സോ അവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാവരും ഇത് കണ്ടോളണമെന്നില്ല. ചിലർ ഓൾറെഡി ഫസ്റ്റ് വെറൈറ്റി 4 കിലോയും സെക്കൻഡ് വെറൈറ്റി 10 കിലോ എന്ന് പറഞ്ഞ് ടോട്ടൽ 14 കിലോ എന്ന് എഴുതും. 14 കിലോയ്ക്ക് മൊത്തം വന്ന ചെലവ് 500 പ്ലസ് 240 740 എന്ന് എഴുതിയിട്ട് 14 കിലോ ഇൻറ്റു 70 വിറ്റു. സോ എത്രയോ വിറ്റു, എന്നിട്ട് ഒരു ഡിഫറൻസ് എടുത്ത് പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യും. സോ അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. സോ ടോട്ടൽ ഇയാൾ എത്ര വാങ്ങിച്ചു എന്ന് നമുക്കറിയില്ല. അതറിയേണ്ട കാര്യമില്ല, കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസെൻറ്റേജസ്. എക്സാക്ട് ക്വാണ്ടിറ്റി അറിയാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമുക്കുള്ള സിനാരിയോ. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. സപ്പോസ് നമുക്ക് വിചാരിക്കാം, ഇതാണല്ലോ ക്വാണ്ടിറ്റി, വെറൈറ്റി 1 ഇതാണല്ലോ, വെറൈറ്റി 2 ഇതാണ്. ഓക്കെ, സോ വെറൈറ്റി 1നെ നമുക്ക് റെഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം.
ഓക്കെ, സോ വെറൈറ്റി 1 4 കിലോഗ്രാം ആണെങ്കിൽ അയാളുടെ ചെലവ് 240 ആണ് ഫോർ 4 കിലോഗ്രാം. സപ്പോസ് അയാൾ സെക്കൻഡ് വെറൈറ്റിയും 4 കിലോഗ്രാം ആണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ, സെക്കൻഡ് വെറൈറ്റി നമുക്ക് ബ്ലൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് വെറൈറ്റി എന്ന് പറയുന്നത് 500 ആണല്ലോ, അത് 10 കിലോഗ്രാമിനാണ് അല്ലെ. അയാൾ അത് 4 കിലോഗ്രാം, അതും 4 കിലോഗ്രാം ആണ് വാങ്ങിച്ചിരിക്കുന്നത്, രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി ആണല്ലോ. ഓക്കെ, സോ അതും 4 കിലോഗ്രാം ആണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ, ഓക്കെ, സോ 10 അല്ല, അതിന് പകരം ഇത് 4 ആക്കണം. 10ന്റെ 40% 4. അതിനാർക്കും ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. 10ന്റെ 10%, അതായത് 10ന്റെ 10% ഈക്വൽ ടു 1, 20% ഈക്വൽ ടു 2, അതുപോലെ 40% ഈക്വൽ ടു 4 അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 500ന്റെയും 40% കണ്ടുപിടിച്ചാൽ മതിയല്ലോ. 10 കിലോഗ്രാമിന് പകരം 4 കിലോഗ്രാം ആണെങ്കിൽ 500ന് പകരം എത്ര കിലോഗ്രാം, അല്ല 10 കിലോഗ്രാമിന് പകരം 10 കിലോഗ്രാമിന് 500 രൂപയും 4 കിലോഗ്രാമിന് എത്ര രൂപയാണെന്നാണ് വേണ്ടത്. അപ്പൊ 4 കിലോഗ്രാമിന് 500ന്റെ 40% വേണം. 500ന്റെ 40% എങ്ങനെ കണ്ടുപിടിക്കും? 500ന്റെ 10% 50, 40% എന്ന് പറയുമ്പോൾ 200 രൂപ. സിമ്പിൾ, റൈറ്റ്. സോ അയാൾ സെക്കൻഡ് ക്വാണ്ടിറ്റി 4 കിലോഗ്രാം ആണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ അയാളുടെ അവിടുത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 200 രൂപയാണ് അല്ലെ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ക്ലിയർ. ഓക്കെ, രണ്ടും ഒരേ ക്വാണ്ടിറ്റി ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സോ നമ്മൾ രണ്ടും 4 കിലോഗ്രാം ആണെങ്കിൽ എന്നുള്ള കൺസെപ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ചെലവ് എന്ന് പറയുന്നത് 200 രൂപ, റൈറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് പേജ്. അപ്പൊ അയാളുടെ ടോട്ടൽ ചെലവ് എത്രയാണ്? ഫസ്റ്റ് ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് 240 രൂപ പ്ലസ് സെക്കൻഡ് ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് 200 രൂപ. ഇതാണ് അയാളുടെ ചെലവ്. ഇത് ടോട്ടൽ ഇപ്പോ എത്ര കിലോഗ്രാം മാംഗോ കയ്യിലുണ്ട്? 8 കിലോഗ്രാം ആണുള്ളത്. ഓക്കെ, സോ അയാളുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 440 റുപ്പീസ് ആണല്ലോ. 240 പ്ലസ് 200 440. അതാണ് 8 കിലോഗ്രാമിനുള്ള ചെലവ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹി സോൾഡ് എവറിത്തിങ് ഫോർ 70 റുപ്പീസ് പെർ കിലോഗ്രാം. 1 കിലോഗ്രാമിന് 70 രൂപ വെച്ചിട്ട് അയാൾ സെല് ചെയ്തപ്പോ എത്രയാണ്? 8 കിലോഗ്രാം ഇൻറ്റു 1 കിലോഗ്രാമിന് 70 രൂപ വെച്ചിട്ട് 7 8 56. സോ 560 റുപ്പീസ് ആണ് അയാൾ സെല് ചെയ്യുന്നതിലൂടെ ഉണ്ടാക്കിയത്. അയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്നത് 440 രൂപയുടെ മൊത്തം മാങ്ങകൾ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 560 റുപ്പീസിന് വിറ്റു. ഓക്കെ, ഓക്കെ, ഇറ്റ് ഈസ് 560 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് 120 റുപ്പീസ് ആണ്. ഇനി 440 രൂപയിൽ നിന്നാണ് ഹി മെയ്ഡ് 120 റുപ്പീസ് പ്രോഫിറ്റ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 120 ഈക്വൽ ടു എത്ര പെർസെൻറ്റേജ് ഓഫ് 440 എന്നതാണ് ചോദ്യം. ഓക്കെ, സോ കാരണം 120 രൂപ ലാഭമാണ് അയാൾക്ക് ഉണ്ടായിരിക്കുന്നത്. സോ ലാഭമാണ് നമ്മൾ മനസ്സിലാക്കി. കാരണം സെല്ലിംഗ് പ്രൈസ് ഈസ് ഓൾവേസ് ഹയർ ദാൻ കോസ്റ്റ് പ്രൈസ്. അയാൾ ഉണ്ടായിരുന്ന വിലക്കാട്ടിലും കൂടുതൽ വിലക്കാണ് അയാൾ വിറ്റത്. അപ്പൊ 440 എന്നുള്ള 440 120 440ന്റെ എത്ര ശതമാനമാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ പെർസെന്റേജ് കണക്കെടുക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് പേജ്. നമ്മുടെ എത്രയാണ്? 440. 440ന്റെ 440ല് 120 എത്ര ശതമാനം? 120 440ന്റെ എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ 440ന്റെ 10% എത്രയാണ്? ഇറ്റ് ഈസ് 44 അല്ലെ. 20% എന്ന് പറയുന്നത് 88. സോ എന്തായാലും 20% കൂടുതലാണ് പ്രോഫിറ്റ്. കാരണം 20% എന്ന് പറയുമ്പോൾ 88 എത്തിയുള്ളൂ. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? 30% എന്ന് എഴുതാം. ഞാനൊരു ഗ്യാപ്പ് ഇട്ട് എഴുതിയത് നോയിങ്ലി ആണ്. ഓക്കെ, സോ 30% എന്ന് പറയുമ്പോഴത്തേക്കും 88ന്റെ കൂടെ വീണ്ടും ഒരു 44 കൂടെ കൂടണം. അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര വരും? 132, റൈറ്റ്. സോ 132 എന്ന് വരും. ഓക്കെ, സോ 20% നമുക്ക് എത്ര വേണ്ടത്? 120 ആണ് വേണ്ടത്. ഓക്കെ, സോ 120 ഈസ് സംവെയർ ഇൻ ബിറ്റ്വീൻ ദിസ് വാല്യൂ അല്ലെ. അപ്പോ 20% അല്ല, കാരണം 20% 88 എത്തുള്ളൂ. 20%-നേക്കാട്ടിലും കൂടുതലാണ്. ഇറ്റ് ഈസ് അബൌവ് 20%, ബട്ട് ഇറ്റ് ഈസ് ബിലോ 30%. ഇനി നമുക്ക് 25% നോക്കിയാലോ. 25% എന്ന് പറഞ്ഞാൽ 10% എന്ന് പറയുന്നത് 44 വി നോ. അങ്ങനെയാണെങ്കിൽ 5% എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 44ന്റെ പകുതി, അതായത് 10%ന്റെ പകുതി 44ന്റെ പകുതി 22 അല്ലെ. സോ 25% എന്ന് പറഞ്ഞാൽ 88നോട് 22 കൂടെ കൂട്ടിയാൽ മതിയല്ലോ. കാരണം 20% മീൻസ് 88, 25 എന്ന് പറഞ്ഞാൽ ഇതിനോടൊരു 5%, ഒരു 22 കൂടെ കൂട്ടിയാൽ 110 എന്ന് വരും. ഓക്കെ, സോ 110ന്റെയും 132ന്റെയും ഇടയ്ക്കാണ് അല്ലെ.
So it is somewhere around, let's say 27.5 or somewhere there. Okay, around 110ന്റെയും 132ന്റെയും ഇടയ്ക്ക് ഏകദേശം നടുക്കുള്ള ഒരു വാല്യൂ ആണ് 120 എന്ന് പറയുന്നത്. സോ സംവെയർ ദർ, അവിടെ എവിടെയുള്ള ഒരു വാല്യൂ ആണ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 27%. നമുക്ക് പറയാം. സോ നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾ ഡയറക്റ്റ് ഈ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാതെ എബൌട്ട് 25 ആണോ ക്ലോസ് ടു 30 ആണോ മാത്രം കണ്ടുപിടിക്കുക. കാരണം നിങ്ങളുടെ ഓപ്ഷൻസ് എപ്പോഴും either 20, 30, 40, 50 എന്നായിരിക്കും പെർസെന്റേജ്, അല്ലെങ്കിൽ അത്ര ലോസ് അത്ര പ്രോഫിറ്റ് എന്നായിരിക്കും. സോ നിങ്ങൾ ഡയറക്റ്റ് ഫൈനൽ ആൻസറിലേക്ക് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ റൗണ്ട് അസംഷനിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള റൗണ്ട് അസംഷനിലേക്ക് എത്തുക. സോ ആൻസർ ഈസ് അറൌണ്ട് 27%, റൈറ്റ്? സോ അത്രയും ചെയ്താൽ മതിയാവും നിങ്ങൾക്ക്. അല്ലാതെ 27.2%, 27.3%, 27.4 എന്നുള്ള ഓപ്ഷൻ ഒന്നും നിങ്ങൾക്ക് വരില്ല. ഓക്കെ, സോ പ്രാക്ടിക്കലി സ്പീക്കിംഗ് അത് മതി നിങ്ങൾക്ക്. ഓക്കെ, സോ ഇത് നമ്മൾ രണ്ട് വെറൈറ്റിയും 4 കിലോഗ്രാം ആണ് വാങ്ങിച്ചത് എന്നുള്ള അസംഷനിലാണ് ചെയ്തത്. ഓക്കെ, സോ 2 വെറൈറ്റിയും 10 കിലോഗ്രാം ആണ് വാങ്ങിച്ചതെങ്കിൽ, അതായത് ഇവിടുത്തെ 4ന് പകരം, അതായത് ഇപ്പൊ 4 കിലോഗ്രാം ആണ് ചെയ്തത്. ഓക്കെ, സോ ഇതിന് പകരം ഇത് രണ്ടും 10 കിലോഗ്രാം ആയിരുന്നെങ്കിൽ അപ്പോഴും എന്താണ് കണക്കെന്ന് നിങ്ങൾ നോക്കുക. സോ അതിന്റെ വാല്യൂസ് എഴുതിയിട്ട് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്, റൈറ്റ്? സോ നെക്സ്റ്റ് വൺ. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജനറലി ആ ടൈപ്പാണ് വരിക. ഒത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കില്ല. ജനറലി ഒരുവിധം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, സോ അതിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജനറലി വരില്ല. നൗ നെക്സ്റ്റ് ഈസ് ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്. സോ ഇവിടെ നിങ്ങൾ അറിയേണ്ട ബേസിക് ആയിട്ടുള്ള, അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ നിങ്ങൾ അറിയേണ്ട വളരെ ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം എന്ന് എഴുതുന്ന നമ്മൾ നമ്മുടെ UP സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ചെറിയ റിലേഷൻ. ഓക്കെ, സോ എസെൻഷ്യലി നിങ്ങൾക്ക് അത് മതിയാവും. പ്ലസ് നിങ്ങളുടെ പെർസെന്റേജസ് എല്ലാം യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് വളരെ മിനിമം കോമൺ സെൻസ്, നോ ഇഷ്യൂസ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. Hira is 16 kilometers ahead of Noor. What is the distance that Noor has to travel to catch Hira if the ratio of the speeds of Hira and Noor is 3:5? Okay, so ഞാൻ ഡയറക്ട്ലി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് സമയം കളയാഞ്ഞാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് 1 hour ടൈം ഉള്ളൂ. സോ അതുകൊണ്ട് ഡയറക്ട്ലി ഞാൻ ഒരു വളരെ ഈസി അല്ല, എന്നാൽ റിലേറ്റീവ്ലി ഈസി ആയിട്ട് തന്നെയുള്ളൊരു ചോദ്യം എടുത്താണ്, റൈറ്റ്? സോ നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഹീര ഈ 16 കിലോമീറ്റർ അഹെഡ് ഓഫ് നൂർ. ഓക്കെ, സോ അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ ഒരു പാത്വേ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഹീര ഈസ് 16 കിലോമീറ്റർ, ഈ ദൂരമാണ് 16 കിലോമീറ്റർ അഹെഡ് ഓഫ് നൂർ. ഓക്കെ, ഹീര ഈസ് 16 കിലോമീറ്റർ അഹെഡ് ഓഫ് നൂർ. നൗ ചോദ്യം എന്താണ്? What is the distance that Noor has to travel to catch Hira if the ratio of the speeds of Hira and Noor is 3:5? Okay. Speeds of Hira is to the speed of Noor എന്ന് പറയുന്നത് 3:5 ആണ്. ഇതിനെ നമ്മൾ ഇന്നലെ റേഷ്യോ എന്നുള്ളത് ഫ്രാക്ഷൻസിൽ നമ്മൾ എങ്ങനെ എഴുതി? സ്പീഡ് ഓഫ് ഹീര ബൈ സ്പീഡ് ഓഫ് നൂർ ഇസ് ഈക്വൽ ടു 3/5 എന്ന് എഴുതാം. ഓക്കെ, റേഷ്യോ എന്നുള്ളത് ഫ്രാക്ഷൻ തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് നമുക്കുള്ള ഡേറ്റ. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്നതാണ് നൂറ ഓൾറെഡി 16 കിലോമീറ്റർ പുറകിലാണ്. ഓക്കെ, നമ്മൾ അങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ, സോ ഇതാണ് പാത്ത് എങ്കിൽ, ഓക്കെ, ഇതാണ് നമ്മുടെ പാത്ത് എങ്കിൽ അങ്ങോട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഹീര ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് നൂറ ഓൾറെഡി 16 കിലോമീറ്റർ പുറകിലാണ്. ഇനി നൂറയുടെ സ്പീഡ് എന്ന് പറയുന്നത് ഹീരയെക്കാട്ടിലും കൂടുതലാണ്. ബൈ എത്രയാണ്? 5:3 അല്ലെങ്കിൽ 3:5 എന്നുള്ള ആ ഒരു റേഷ്യോയിൽ നൂറ അധിക സ്പീഡിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ദാറ്റ് നൂർ ഹാസ് ടു ട്രാവൽ ഇൻ ഓർഡർ ടു ക്യാച്ച് ഹീര എന്നുള്ളതാണ് ചോദ്യം. അപ്പോ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടുപേരും ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്ന ടൈം സെയിം ആണ്. ഓക്കെ, അതായത് നൂറ സ്റ്റാർട്ട് ചെയ്യുന്നു, ഹീരയും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന ടൈം സെയിം ആണ്. ടൈം ട്രാവൽ ബൈ നൂറ
ഈക്വൽ ടു ടൈം ട്രാവൽ ബൈ ഹീര. ഓക്കെ, ടൈം എന്നുള്ളത് എന്താണ്? നമുക്ക് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്ന് എഴുതാമല്ലോ. ഓക്കെ, സോ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ നൂറ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് നൂറ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് നൂറ. ഓക്കെ, വെലോസിറ്റി ടേം നിങ്ങൾക്ക് വേണ്ട. സ്പീഡ് ഓഫ് നൂറ ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഹീര ഇസ് ഈക്വൽ ടു ബൈ സ്പീഡ് ഓഫ് ഹീര ആണല്ലോ. കാരണം ടൈം സെയിം ആണ്. ടൈമിനെ ഞാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതി. റൈറ്റ്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം സ്പീഡ് ഓഫ് നൂറ ബൈ സ്പീഡ് ഓഫ് ഹീര എന്നുള്ളത് എത്രയാണ്? 5:3 ആണ്. ഓക്കെ, അതായത് നമുക്ക് right. Okay, so okay, right. So നമുക്ക് ഓൾറെഡി എന്തറിയാം? സ്പീഡ് ഓഫ് ഹീര ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് നൂറ എന്നുള്ളത് 3:5 ആണെന്നുള്ള റേഷ്യോ അറിയാലോ. സോ ആ റേഷ്യോ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. അതായത് ഞാൻ ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഹീര എന്നുള്ളതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ നൂറ, ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ നൂറ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ഹീര ഈക്വൽ ടു എന്ത് എഴുതാം? സ്പീഡ് ഓഫ് നൂറ ബൈ സ്പീഡ് ഓഫ് ഹീര എന്ന് എഴുതാമല്ലോ. കാരണം ഈ റേഷ്യോ നമുക്കറിയാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ നൂറ ബൈ ഹീര എന്നുള്ളത് എത്രയാണ്? സ്പീഡ് ഓഫ് നൂറ ബൈ ഹീര എന്ന് പറയുന്നത് 5/3 ആണ്. ഇനി നമുക്ക് ഓൾറെഡി മറ്റൊരു കാര്യം അറിയാം. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ നൂറ എന്നുള്ളത്, നൂറ ഓൾറെഡി 16 കിലോമീറ്റർ പുറകിലാണല്ലോ അല്ലെ. സോ എവിടെയെങ്കിലും വെച്ച് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഹീരയും നൂറയും കണ്ടുമുട്ടണമെങ്കിൽ നൂറ വിൽ ഹാവ് ടു ട്രാവൽ ആൻ എക്സ്ട്രാ 16 കിലോമീറ്റർ അല്ലെ. അതായത് നൂറ ട്രാവൽ ചെയ്യുന്ന ഈ ദൂരം, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ നൂറ എന്ന് പറയുന്നത് ഹീര ട്രാവൽ ചെയ്തതിനേക്കാൾ അധികം 16 കിലോമീറ്റർ അധികമായിരിക്കണമല്ലോ. എന്നാലല്ലേ അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തുള്ളൂ അല്ലെ. ആ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? അതായത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ നൂറ എന്ന് പറയുന്നത് 16 പ്ലസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഹീര ആണ്. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഹീര ഇവിടെ തന്നെ ഉണ്ട്. ഈക്വൽ ടു എത്രയാണ്? 5/3 ആണ്. ഓക്കെ, അതായത് 16 പ്ലസ് ഹീര ഡിവൈഡഡ് ബൈ ഹീര ഈക്വൽ ടു 5/3 നമുക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാം. 48 പ്ലസ് 3h ഈക്വൽ ടു 5h. അതായത് 2h is equal to 48. Okay, 2h is equal to 48. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഹീര എന്ന് പറയുന്നത് 24 കിലോമീറ്റർ ആണ്. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? What is the distance that Noor has to travel? Okay, I was telling Noor all this time. Okay, so Noor or Noor, whatever. Okay, so ഹീര ട്രാവൽ ചെയ്യുന്നത് 24 കിലോമീറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നൂർ ട്രാവൽ ചെയ്യുന്ന നമുക്കറിയാം. ഓൾറെഡി നൂർ 16 കിലോമീറ്റർ പുറകിലായിരുന്നു. അതായത് അയാൾ 16 കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. 24 പ്ലസ് 16 എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, സോ നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഇതായിരുന്നു. ഹീര എന്ന് പറയുന്ന വ്യക്തി നൂറിനേക്കാൾ 16 കിലോമീറ്റർ മുന്നിലാണ്. നൂർ എത്ര ദൂരം സഞ്ചരിച്ചാലാണ് ഹീരയെ ക്യാച്ച് ചെയ്യാൻ പറ്റുക? നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു ഡേറ്റ എന്താണ്? സ്പീഡ് ഓഫ് നൂറ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ഹീര എന്ന് പറയുന്നത് 3:5 ആണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇവിടെ വേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, രണ്ടുപേരും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുമെങ്കിൽ അവർ സഞ്ചരിക്കുന്ന സമയം സെയിം ആണ്. സെയിം എമൗണ്ട് ഓഫ് ടൈമിൽ നൂറ സ്പീഡ് കൂടി സഞ്ചരിച്ചിട്ടാണ് ഹീരയെ ക്യാച്ച് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ആവുമ്പോൾ രണ്ടുപേരുടെയും ടൈം നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ടൈമിനെ നമ്മൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതി. കാരണം ഡിസ്റ്റൻസ് എത്രയോ, ഡിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, സ്പീഡ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ അവൈലബിൾ ആയിട്ടുള്ള നോൺ റിലേഷൻസിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവന്നു. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു റേഷ്യോ എന്താണ്? സ്പീഡ് ഓഫ് ഹീര ഡിവൈഡ് ബൈ സ്പീഡ് ഓഫ് നൂറ എന്നുള്ളതാണ്. നമ്മൾ ആ റേഷ്യോയും യൂസ് ചെയ്യുന്നു ദാ ഇവിടെ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആ റേഷ്യോ യൂസ് ചെയ്യുന്നു. സോ ആ റേഷ്യോ യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ 5/3 എന്ന് എഴുതുന്നു. ഇനി ഡിസ്റ്റൻസ് ട്രാവൽ ബൈ നൂർ എന്ന് പറയുന്നത് ഓൾറെഡി 16 കിലോമീറ്റർ പുറകിലാണ്. സോ അയാളെ ഹീരയെ ക്യാച്ച് ചെയ്യണമെങ്കിൽ അയാൾ 16 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. റൈറ്റ്, സോ ദാറ്റ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 1.
അത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട് ഇല്ലല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നൗ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ സിംപ്ലർ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. Avni increased her speed by 20%. What is the distance she can travel with the increased speed in time? In the time she traveled 300 meters with the previous speed. ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആവണി ആ കുട്ടിയുടെ സ്പീഡ് 20% വർദ്ധിപ്പിച്ചു. അപ്പോ ഈ സിനാരിയോയിൽ മുന്നേ 300 മീറ്റർ സഞ്ചരിച്ച അതേ സമയം കൊണ്ട് ഇപ്പോ ആവണിക്ക് എത്ര ദൂരം സഞ്ചരിക്കാനാവും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഡയറക്ട്ലി പേഴ്സൻറ്റേജ് കണക്ക് വെച്ച് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓൾമോസ്റ്റ് എ സ്ട്രൈറ്റ് ഫോർവേഡ് ആൻസർ. ഓക്കെ, അതായത് നമുക്കറിയാം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം ആണ്. ഓക്കെ, നൗ സ്പീഡ് എന്ത് ചെയ്തു? സ്പീഡ് 20% ഇൻക്രീസ് ചെയ്തു. അതായത് സ്പീഡ് നൗ ബിക്കംസ് 1.2 ടൈംസ് സ്പീഡ് അല്ലേ? അപ്പോ ഇപ്പോൾ D1 S1 T1 ആണെങ്കിൽ D2 എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇൻ ദ സെയിം ടൈം ആണല്ലോ T1. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ D1 എത്രയാണെന്ന് നമുക്കറിയാം. D1 ഈസ് ആക്ച്വലി 300 മീറ്റർ. 300 മീറ്റർ ആയിരുന്നു D1. അത് S1 T1 ആണ്. D2 എന്ന് പറയുന്നത് നമുക്കറിയില്ല. അത് എത്രയാണെന്നാണ് നമുക്ക് വേണ്ടത്. അത് 1.2 S1 ടൈംസ് T1 ആണ്. സെയിം ടൈം ആണ്, കൂടിയ സ്പീഡാണ്. കൂടിയ സ്പീഡ് എത്രയാണ്? S2 എന്നുള്ളത് എത്രയാണ്? 1.2 S1 ആണ്. സോ ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? D2 by 300 ഈക്വൽ ടു 1.2 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാം. D2 ഈസ് ഈക്വൽ ടു 360 എന്ന് നമുക്ക് കിട്ടും. സോ ഇതാണ് മാത്തമാറ്റിക്കലി ഉള്ള ആൻസർ. ഓക്കെ, സോ റിലേറ്റീവ്ലി സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൻസർ ആണ്. മറ്റൊരു രീതിയിൽ ചിന്തിക്കുക. സ്പീഡ് 20% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതേ സമയമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ടൈം റിമെയിൻസ് ദ സെയിം ആണെങ്കിൽ, ഡിസ്റ്റൻസ് ഈസ് അതേ സമയത്ത് ടൈം സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ്. ഓക്കെ, സ്പീഡിന് ആനുപാതികമായിട്ടാണ് ഡിസ്റ്റൻസും കൂടുക അല്ലേ? സോറി, സ്പീഡിന് ആനുപാതികമായിട്ട് ഡിസ്റ്റൻസും കൂടുന്നു. അപ്പോൾ സ്പീഡ് 20% ഇൻക്രീസ് ചെയ്തെങ്കിൽ ഡിസ്റ്റൻസും 20% ഇൻക്രീസ് ചെയ്യേണ്ടത് അല്ലെ? അപ്പോ നമ്മുടെ ശതമാനം വീണ്ടും നമ്മൾ പേഴ്സൻറ്റേജിലേക്ക് വരുന്നു. 300ന്റെ 20% ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത്രയും അധികം സഞ്ചരിക്കും. ഓക്കെ, സോ 300ന്റെ 10% എന്ന് പറയുന്നത് 30 ആണ്. 20% എന്ന് പറയുന്നത് 60 ആണ്. സോ 300 + 60 360. ഓക്കെ, സ്പീഡ് 20% കൂടി, ഡിസ്റ്റൻസ് 20% കൂടി. ആൻസർ ഈസ് 360. 5 സെക്കൻഡ് കൊണ്ട് നമ്മൾ ആൻസറിൽ എത്തുന്നു. റൈറ്റ്? സോ രണ്ട് രീതിയിലുള്ള അപ്രോച്ചാണ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കണക്കാണ്. സോ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിക്കുക. അതായത് വാഹിദ സോൾഡ് ഹെർ മാരുതി കാർ ആൻഡ് ബോട്ട് എ ടൊയോട്ട കാർ. 6 times Toyota speed was 7 times Maruti speed. Because of this, she started reaching her office 20 minutes earlier. Her hard work earned her a promotion and she bought a Ferrari. Thereby her traveling speed increased by 40% than the Maruti speed. In what time she can reach the office now? Okay, സോ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് കോംപ്രിഹെൻഡ് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക എക്സാക്ട് ആയിട്ട്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വർക്കർ വാഹിദ എന്ന് പറയുന്ന ഒരു എംപ്ലോയി മാരുതി മാറ്റി ടൊയോട്ട വാങ്ങിച്ചു. സോ ടൊയോട്ട വാങ്ങിച്ചപ്പോൾ അവരുടെ ഒരു സ്പീഡ് കൂടി, ഒരു മോർ എഫിഷ്യന്റ് ആയിട്ട് കൂടുതൽ സ്പീഡിൽ അവർക്ക് ഓഫീസിൽ എത്താൻ പറ്റി എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് പറ്റുന്നത്? 6 times ടൊയോട്ട സ്പീഡ് ഈസ് ഈക്വൽ ടു 7 times മാരുതി സ്പീഡ്. അതാണ് ആ റേഷ്യോ തന്നിരിക്കുന്നത്. നൗ അതുകൊണ്ട് തന്നെ അങ്ങനെ സ്പീഡ് പോയതുകൊണ്ട് അവർക്ക് 20 മിനിറ്റ് മുന്നേ, നേരത്തെ മാരുതിയിൽ പോയിരുന്നതിനേക്കാളും 20 മിനിറ്റ് മുന്നേ ഓഫീസിൽ എത്താൻ പറ്റുന്നുണ്ട്. ഇനി അങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നു. അവരൊരു ഫെറാറി വാങ്ങിക്കുന്നു. ഇനി ഫെറാറി വാങ്ങിച്ചപ്പോൾ ആ ഫെറാറി കാറ്
ആദ്യം ഉണ്ടായിരുന്ന മാരുതി കാറിനെക്കാട്ടിലും 40% അധികം സ്പീഡ് നൽകി. ഓക്കെ, മാരുതിയുടെ സ്പീഡിനെക്കാട്ടിലും 40% അധികം, അതായത് 1.4 ടൈംസ് മാരുതി സ്പീഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ വാഹിദയ്ക്ക് ഓഫീസിലെത്താൻ എത്ര സമയം വേണം എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡേറ്റ എന്താണ്? 6 ടൈംസ് ടൊയോട്ട സ്പീഡ് വാസ് 7 ടൈംസ് മാരുതി സ്പീഡ്, അല്ലെ? അതായത് 6 നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഇവിടെ എഴുതാം 6 ടൈംസ് ദ സ്പീഡ് ഓഫ് ടൊയോട്ട ഈക്വൽ ടു 7 ടൈംസ് ദ സ്പീഡ് ഓഫ് മാരുതി എന്ന് എഴുതാം. ശരിയല്ലേ? അതായത് സ്പീഡ് ഓഫ് ടൊയോട്ട ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് മാരുതി എന്ന് പറയുന്നത് എത്രയാവും? 7/6 എന്ന് എഴുതാമല്ലോ. കാരണം സ്പീഡ് ഓഫ് ടൊയോട്ട ആണ് കൂടുതൽ, സ്പീഡ് ഓഫ് മാരുതി കുറവാണ്. ഇവിടെ നിന്ന് നമുക്ക് മറ്റൊരു റിലേഷൻ കൂടെ എഴുതാം. സ്പീഡ് കൂടുമ്പോൾ എത്താൻ എടുക്കുന്ന സമയം കുറയുമല്ലോ. കൂടുതൽ സ്പീഡ് ആണെങ്കിൽ പെട്ടെന്ന് എത്തുമല്ലോ, അല്ലെ? സഞ്ചരിക്കുന്ന സമയം കുറയും. അത് നേരെ ആനുപാതികമായിട്ടല്ലേ പറയാം, കാരണം ഡിസ്റ്റൻസ് റിമൈൻസ് സെയിം. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ ബൈ ടൊയോട്ട ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ബൈ മാരുതി എന്ന് പറയുന്നത് 6/7 എന്ന് നമുക്ക് എഴുതാമല്ലോ. കാരണം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, അല്ലെ? സോ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം, അല്ലെ? കാരണം ഡിസ്റ്റൻസ് സെയിം ആണ്, അപ്പൊ സ്പീഡ് കൂടുമ്പോൾ കുറച്ച് സമയം കൊണ്ട് എത്തും, സോ ടൈം കുറയും. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ, പതുക്കെയാണ് പോകുന്നതെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഓഫീസിലെത്താൻ, അല്ലെ? സോ ഈ രണ്ട് റിലേഷൻ നമുക്ക് എഴുതാം. ഇനി മറ്റൊരു ഇൻഫർമേഷൻ കൂടെ പറയുന്നുണ്ട്. അതായത് ടൊയോട്ട എടുത്തതുകൊണ്ട് 20 മിനിറ്റ് മുന്നേ വാഹിദയ്ക്ക് ഓഫീസിലെത്താൻ പറ്റുന്നുണ്ട്. അതായത് മാരുതി എടുത്ത സമയം എന്ന് പറയുന്നത് ടൊയോട്ട എടുത്ത സമയത്തിനേക്കാൾ 20 മിനിറ്റ് അധികമാണ്. ടൊയോട്ട എടുത്ത സമയം മേ ബി ഒരു 10 മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂറായിരിക്കും. അതിനെക്കാട്ടിലും കൂടുതൽ സമയം എടുത്തിരുന്നു മാരുതിയിൽ, അല്ലെ? സോ ടൈം ടേക്കൺ ബൈ മാരുതി ഈസ് ടൈം ടേക്കൺ ബൈ ടൊയോട്ട പ്ലസ് സം 20 മിനിറ്റ്സ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഓൾറെഡി അറിയാം ടൈം ടേക്കൺ ബൈ മാരുതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈം ടേക്കൺ ബൈ മാരുതി നമുക്ക് ഇങ്ങനെ എഴുതാം. ടൈം ടേക്കൺ ബൈ മാരുതി എന്ന് പറയുന്നത് ടൈം ടേക്കൺ ബൈ ടൊയോട്ട, ഈ റിലേഷനിൽ നിന്ന് ഈ റിലേഷൻ നമുക്ക് ടൈം ടേക്കൺ ബൈ ടൊയോട്ട എന്ന് പറയുന്നത് 6/7 ടൈംസ് ടൈം ടേക്കൺ ബൈ മാരുതി ആണല്ലോ, പ്ലസ് 20 ആണല്ലോ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് സബ്സ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1/7 ടൈംസ് ടൈം ടേക്കൺ ബൈ മാരുതി എന്ന് പറയുന്നത് 20 ആണ്, അല്ലെ? ഞാൻ ഇവിടെ 1 ടൈംസ് മാരുതി ഉണ്ട്, ഇവിടെ 6/7 ടൈംസ് മാരുതി ഉണ്ട്. സോ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, ജസ്റ്റ് സിമ്പിൾ കാൽക്കുലേഷൻ. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ ബൈ മാരുതി എന്ന് പറയുന്നത് എത്രയാണ്? 140 ആണ്. 140 മിനിറ്റ്സ്, അല്ലെ? 7 × 20 ചെയ്തു 140 മിനിറ്റ്സ്, ശരിയല്ലേ? സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടൈം ടേക്കൺ ബൈ മാരുതി 140 മിനിറ്റ് ആണെന്ന് കിട്ടി. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? വാഹിദ് ഒരു ഫെറാറി വാങ്ങിച്ചു. ഇനി മാരുതിയുടെ സ്പീഡിനേക്കാൾ 40% അധികമാണ് ഫെറാറിയുടെ സ്പീഡ്, അല്ലെ? സ്പീഡ് ഓഫ് ഫെറാറി എന്ന് പറയുന്നത് 1.4 ടൈംസ് സ്പീഡ് ഓഫ് മാരുതി ആണെന്ന് എനിക്ക് എഴുതാമല്ലോ. അതായത് 40% അധികമാണ് സ്പീഡെങ്കിൽ അത് 1.4 ടൈംസ് അധികമാണെന്ന് എഴുതാമല്ലോ. 40% എന്ന് പറഞ്ഞാൽ 0.4, അല്ലെ? സോ സ്പീഡ് ഓഫ് മാരുതി പ്ലസ് 0.4 ടൈംസ് സ്പീഡ് ഓഫ് മാരുതി, അതായത് 1.4 ടൈംസ് സ്പീഡ് ഓഫ് മാരുതി എന്ന് നമുക്ക് എഴുതാം. ഇതുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ സംഭവിക്കും. ടൈം ടേക്കൺ ബൈ ഫെറാറി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1.4 ടൈംസ് ടൈം ടേക്കൺ ബൈ മാരുതി എന്ന് നമുക്ക് എഴുതാമല്ലോ. കാരണം നമ്മൾ പറഞ്ഞു ടൈമും സ്പീഡും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. സ്പീഡ് 1.4 ടൈംസ് കൂടിയാൽ ടൈം 1.4 ടൈംസ് കുറയണം, അല്ലെ? അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ ബൈ ഫെറാറി എന്ന് പറയുന്നത്, ടൈം ടേക്കൺ ബൈ മാരുതി എത്രയാണ്? 140 മിനിറ്റ്. 140 ഡിവൈഡഡ് ബൈ 1.4 എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് 100 മിനിറ്റ് ആണല്ലോ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ അവിടെ നമ്മൾ ശതമാനത്തിന് കണക്ക് ഉപയോഗിച്ചു. 40% എന്ന് പറയുന്നത് നമ്മൾ 0.4 ആയിട്ട് എഴുതി, അല്ലെ? സ്പീഡ് 40% കൂടിയപ്പോൾ ടൈം 40% കുറഞ്ഞു. 40% എന്ന് പറയുന്നത് 0.4. ഓക്കെ, 1.4 ടൈംസ് സ്പീഡ് ആയപ്പോൾ 1.4 ടൈംസ് ആണ്. അത് സബ്ട്രാക്ഷൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. 1.4 ടൈംസ് ആണ്, അത്രയും തവണയാണ്.
Okay, so it's either multiplication or division, right? So time taken by Maruti 1.4 times കുറഞ്ഞു, 1.4 times ആയിട്ട് കുറഞ്ഞു. അതായത് 140 by 1.4 100 മിനിറ്റ് ആയി ആൻസർ. ഓക്കെ, അതും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഇനി നമുക്കുള്ളത് ഡയറക്ഷൻസ് ആണ്. ഡയറക്ഷൻസ് റിലേറ്റീവ്ലി സിമ്പിൾ ആണ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. നിങ്ങൾക്ക് തനിയെ ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. തനിയെ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. സോ ഗീവ് ഇറ്റ് എ ട്രൈ. ഓക്കെ, അതിനു മുന്നേ ഡയറക്ഷൻസിന്റെ ബേസിക് ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഐ എം സോറി, ഞാൻ ആ പേജ് വായിച്ചത്. ഓക്കെ, സോ ഡയറക്ഷൻസ് നമുക്ക് ബേസിക് 4 ഡയറക്ഷൻസ് ആണുള്ളത്: ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് യു ഷുഡ് ബി ഫൈൻഡ് ദീസ് ഡയറക്ഷൻസ് അല്ലെ. ഇവിടെയാണ് നമുക്ക് നോർത്ത് ഉള്ളത്. ഏറ്റവും മുകളിലാണ് നോർത്ത്, വലതുവശത്താണ് ഈസ്റ്റ്. ഓക്കെ, സോ നോർത്ത് ആൻഡ് ഈസ്റ്റ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ഓപ്പോസിറ്റ് വരുന്ന സൗത്ത് ആണ്, ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന വെസ്റ്റ് ആണ്. ഓക്കെ, സോ മലയാളത്തിൽ പറയുമ്പോൾ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഓക്കെ, സോ ഈ 4 ഡയറക്ഷൻസ് ആണ് നമുക്കുള്ളത്. സോ ഓരോ ഡയറക്ഷനിലും നോർത്തിലേക്ക് 50 കിലോമീറ്റർ പോയി, ഈസ്റ്റിലേക്ക് മറ്റൊരു 30 കിലോമീറ്റർ പോയി, വീണ്ടും വെസ്റ്റിലേക്ക് ഒരു 100 കിലോമീറ്റർ വന്നു, സൗത്തിലേക്ക് എത്രയോ പോയി, അല്ലെങ്കിൽ ദേ ടേൺ റൈറ്റ്, ദേ ടേൺ ലെഫ്റ്റ്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക ഈ ഡയറക്ഷൻസിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ഒരു 4 ഡയറക്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ, ഓക്കെ, സോ ആസ് ആൻ എക്സാമ്പിൾ, സേയിങ് ആസ് ആൻ എക്സാമ്പിൾ, എ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഹിയർ. ഓക്കെ, ഈ നടുക്ക് നിൽക്കുകയാണ്. ഓക്കെ, ഹി ഈസ് ഗോയിങ് ടു ദ നോർത്ത്. ഓക്കെ, നോർത്തിലേക്ക് പോയി എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഹി ടേൺസ് ടു ദ റൈറ്റ്. അവിടെ നിന്ന് വലത്തേക്ക് തിരിയാന്ന് പറഞ്ഞപ്പോൾ അയാൾ എങ്ങോട്ടാണ് പോകുന്നത്? ഹി ഈസ് ഗോയിങ് ടു ദ ഈസ്റ്റ്. ശരിയല്ലേ? ഇവിടെ നിന്ന് റൈറ്റ് തിരിയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയതിനു ശേഷം റൈറ്റ് തിരിയുന്നു. ഓക്കെ, സോ ഹി ഈസ് ഗോയിങ് ടു ദ ഈസ്റ്റ്. നൗ ഹി ടേൺസ് റൈറ്റ് അഗെയിൻ. റൈറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾ റൈറ്റ് തിരിയാന്ന് പറഞ്ഞാൽ വീണ്ടും താഴേക്ക് വരുന്നു. സോ ഹി ഈസ് നൗ ഫേസിങ് സൗത്ത്, ഗോയിങ് ടു ദ സൗത്ത്. ഓക്കെ, അവിടെ നിന്ന് അയാൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഹി ഈസ് ഗോയിങ് ടു ദ ഈസ്റ്റ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് വീണ്ടും പോയി എന്ന് പറഞ്ഞാൽ ഹി ഈസ് ഗോയിങ് ടു ദ വെസ്റ്റ്. റൈറ്റ്? സോ ഈ ഡയറക്ഷൻസ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. റൈറ്റ്? സോ ഈ ഡയറക്ഷൻസ് പാർട്ട് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എ പേഴ്സൺ, someone, നമ്മൾ തന്നെ, I drove 50 kilometers towards east from a city S, then turned right and drove another 30 kilometers. Now I turned to my left and drove another 30 kilometers. Finally, I turned to my right and drove 30 kilometers to reach a city F. Find the shortest distance between cities S and F. Okay, so അതൊരു മാപ്പ് എടുത്ത എങ്ങോട്ടൊക്കെ കുറെ ദൂരം പോയിട്ടുണ്ട്. സോ എഫക്റ്റീവ്ലി ഇദ്ദേഹം എവിടെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡേറ്റ എന്താണ്? എ പേഴ്സൺ സ്റ്റാർട്ടഡ് ഫ്രം എ സിറ്റി എസ്. ഓക്കെ, സോ സിറ്റി എസ് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എ പേഴ്സൺ സ്റ്റാർട്ടഡ് ഫ്രം സിറ്റി എസ്. ഓക്കെ, സോ ഈസ്റ്റിലേക്ക് 50 കിലോമീറ്റർ പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ എടുക്കുന്നു, ഇതൊരു 50 കിലോമീറ്റർ. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക്. ഞാൻ ഇവിടെ ഡയറക്ഷൻ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, സോ നോർത്ത് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, സൗത്ത് ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈസ്റ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഹി ഈസ് ട്രാവലിംഗ് ടു ദിസ് ഡയറക്ഷൻ. നൗ ഓക്കെ, ഐ എം സോറി, യു നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ ഓക്കെ, സോ ഞാൻ വായിക്കുന്നു. 50 കിലോമീറ്റർ അയാൾ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, നൗ പിന്നീട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടേൺ റൈറ്റ്, ഡ്രോവ് അനദർ 30 കിലോമീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ആൾ ടേൺ റൈറ്റ് എന്ന് പറഞ്ഞാൽ താഴേക്കാണല്ലോ. സോ നൗ ഹി ഈസ് ഫേസിങ് സൗത്ത്. ഓക്കെ, ഇനി അയാൾ എത്രയാണ് സഞ്ചരിച്ചത്? 30 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. ഹി ദെൻ നൗ ഐ ടേൺ ടു മൈ ലെഫ്റ്റ്. ഇങ്ങോട്ട് സൗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരാൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പൊ അയാൾ സൗത്തിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? സൗത്ത് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഈസ്റ്റിലേക്ക് പോകുന്നു. അങ്ങനെ എത്ര സഞ്ചരിച്ചു? ഒരു 30 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ചു. പിന്നീട് അയാൾ വീണ്ടും വലത്തേക്ക് തിരിഞ്ഞു. ഈസ്റ്റിലേക്ക് പോകുന്ന ആൾ വീണ്ടും വലത്തേക്ക് തിരിയുന്നു. അതായത് അദ്ദേഹം ഇപ്പോ സൗത്തിലേക്ക് വരുന്നു.
വീണ്ടും ഒരു 30 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. എന്നിട്ട് അയാൾ സിറ്റി എഫിൽ എത്തുന്നു. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സിറ്റി എസ് ആൻഡ് എഫ്. ഓക്കെ, സോ ഈ ഒരു ദൂരമാണ് നമുക്ക് വേണ്ടത്. ഇത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എസെൻഷ്യലി നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അതായത് അയാൾ സിറ്റി എസിൽ നിന്ന് ഇവിടെ ഒരു 50 കിലോമീറ്റർ ഉണ്ട്, ഇവിടെ ഒരു 30 കിലോമീറ്റർ ഉണ്ട്. അതായത് റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 80 കിലോമീറ്റർ അയാൾ റൈറ്റിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ആൻഡ് ടുവേർഡ്സ് സൗത്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 30 കിലോമീറ്റർ ഉണ്ട്, ഇവിടെ മറ്റൊരു 30 കിലോമീറ്റർ ഉണ്ട്. സോ ഇവിടെ ഒരു 60 ഉണ്ട്. ഓക്കെ, സോ സിറ്റി എസ് ഇവിടെ ഉണ്ട്, സിറ്റി എഫ് ഇവിടെ ഉണ്ട്. ഈ ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതൊരു പൈത്തഗോറസ് ട്രയാംഗിൾ ആണ്. റൂട്ട് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ സൈഡ്സ് ഗീവ്സ് യു ദ റൂട്ട് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് എന്നാണ് നമ്മൾ ഗീവ്സ് യു ദ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് ഓഫ് 80 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ അല്ലേ? സോ നെവർ ഡു ദാറ്റ്. ഓക്കെ, സോ 80 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ ജസ്റ്റ് ഡു 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. അതായത് 8ഉം 6ഉം എടുക്കുക, സ്ക്വയർ ചെയ്ത് റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് 10 എന്നായിരിക്കും. സോ 80ഉം 60ഉം ആയതുകൊണ്ട് അത് 100 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഇഗ്നോർ എ 0 ആൻഡ് ഡു ദ സ്ക്വയറിംഗ്. അതായത് റൂട്ട് ഓഫ് 80 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ ചെയ്യുന്ന റൂട്ട് ഓഫ് 8 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 6 സ്ക്വയർ ചെയ്യാം. എത്ര വരും? 64 പ്ലസ് 36 റൂട്ട് ഓഫ് 100 എന്ന് വരും. ദാറ്റ് വിൽ ഗിവ് യു 10. പക്ഷെ നമ്മൾ ചെയ്തത് 80ഉം 60ഉം ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്തത് 8ഉം 6ഉം ആണ്. സോ 10ന് പകരം 100 ആണ്. ഓക്കെ, സോ ജസ്റ്റ് ഇറ്റ്സ് മാറ്റർ ഓഫ് ജസ്റ്റ് 1 0. ഓക്കെ, സോ വലിയ കണക്കുകളെ ചെറുതായിട്ട് ചെയ്യാം. ആൻഡ് ആഡ് ഓർ സബ്ട്രാക്ട് 0 വാട്ട് എവർ ഇസ് റിക്വയർഡ്. ഓക്കെ, ഇവിടെ 80. സോ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ആകെ മനസ്സിലാവുണ്ട് പൈത്തഗോറസ് തിയറം, ദാറ്റ് ട്രയാംഗിൾ ഒക്കെ അതൊക്കെ ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ വന്നോളൂ. അതൊന്നൊരു വിഷയമല്ല. ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാൾ ഈസ്റ്റിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അയാൾ എങ്ങോട്ടാണ് പോകുന്നത്, അവിടെ നിന്ന് റൈറ്റ് തിരിയുമ്പോൾ അയാൾ സൗത്തിലേക്കാണെന്നും വീണ്ടും ലെഫ്റ്റ് തിരിയുമ്പോൾ വീണ്ടും ഈസ്റ്റിലേക്കാണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിനാകെ നിങ്ങൾക്ക് വേണ്ടത് ഒറ്റ ഡയറക്ഷണൽ സെൻസ് മാത്രമാണ്. ഓക്കെ, ആ ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഐ മീൻ എപ്പോഴും വെസ്റ്റ് ആണല്ലോ വരുന്നത്. ഓക്കെ, സൗത്ത് ആൻഡ് വെസ്റ്റ്. ഓക്കെ, സോ ഐ എം മേക്കിംഗ് മിസ്റ്റേക്ക്, സോറി. സോ ഈ ഒരു 4 ഡയറക്ഷൻസ് മാത്രം നിങ്ങൾ തറവായിട്ട് ക്ലിയർ ആയിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ashutosh walks 60 meters to the east, then he turns left and walks for 50 meters, then he turns right and went 70 meters, then he turns right again and went 50 meters. How far he is from starting point? നിങ്ങൾ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. ദിസ് ഇസ് ഫെയർലി സിമ്പിൾ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണെങ്കിൽ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനുമാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പലപ്പോഴും വരിക. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. 60 മീറ്റർ ഈസ്റ്റിലേക്ക് പോകുന്നു, അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് 50 മീറ്റർ പോകുന്നു, വീണ്ടും റൈറ്റ് എടുത്ത് 70 മീറ്റർ പോകുന്നു, വീണ്ടും റൈറ്റ് എടുത്ത് 50 മീറ്റർ വരുന്നു. സ്റ്റാർട്ട് ചെയ്ത പോർഷനിൽ നിന്ന് എത്ര ദൂരെയാണ് അശുതോഷ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നിങ്ങളുടെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഒരു കമന്റ് ഞാൻ കണ്ടു. നോ സർ, ചിന്നു നിഖിൽ. ഓക്കെ, ഈ ചോദ്യത്തിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, 130 ആണ് വരുന്നത്. 130 കറക്റ്റ് ആൻസർ ആണ്. അത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അശുതോഷ് 70 മീറ്റർ ഈസ്റ്റിലേക്ക് പോകുന്നു.
അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് എത്ര മീറ്റർ പോകുന്നു? ഐ തിങ്ക് ഇറ്റ്സ് 50 മീറ്റർ അല്ലേ? 50 മീറ്റർ ലെഫ്റ്റ് എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. അവിടുന്ന് വീണ്ടും റൈറ്റ് എടുത്തൊരു 60 മീറ്റർ പോകുന്നു. അവിടുന്ന് വീണ്ടും റൈറ്റ് എടുത്തൊരു 50 മീറ്റർ വരുന്നു. ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഇതാണ്, എൻഡിങ് പോയിന്റ് ഇതാണ്. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര ദൂരത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ. കാരണം എന്താണ്? ഇവിടെ 50 മീറ്റർ ആണ്, ഇവിടെ 50 മീറ്റർ ആണ്. സോ നോർത്തിലേക്ക് പോയ 50 മീറ്റർ മുഴുവൻ സൗത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് 70 പ്ലസ് ഇവിടെ ഒരു 60. ആൻസർ ഈസ് 130. ഓക്കെ, റൈറ്റ്. സോ സോറി, ഞാൻ ആ കമന്റ് എക്സാക്ട്ലി കണ്ടിരുന്നില്ല. എന്താണ് പ്രശ്നം? നോ സാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാമായിരുന്നു. അത് ക്ലിയർ ആയോ? എന്താണ്? നോക്കൌട്ട് ടൂർണമെന്റിന്റെ കമന്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നമ്മൾ ഈ ക്ലാസ് ഫിനിഷ് ചെയ്യുന്നത് വെച്ചിട്ടാണ്. ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, സോ one evening just before sunset, two friends Sohan and Mohan were talking to each other face to face. If Mohan's shadow was exactly to his left side, which direction was Sohan facing? നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, ആക്ച്വലി ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സൺസെറ്റിന് തൊട്ട് മുന്നേ രണ്ടുപേരും പരസ്പരം മുഖാമുഖം നോക്കിയെന്ന് സംസാരിക്കുന്നു. അതായത് ഒരാൾ ഫേസ് ചെയ്യുന്നതിന്റെ എതിർ ദിശയിലാണ് മറ്റേ ആൾ ഫേസ് ചെയ്യുന്നത്. അപ്പോഴാണല്ലോ മുഖാമുഖം സംസാരിക്കുന്നത്. ഇനി പറയുന്നത് എന്താണ്? മോഹന്റെ ഷാഡോ അദ്ദേഹത്തിന്റെ ഇടതുവശത്തേക്കാണ് വീണത്. അങ്ങനെയാണെങ്കിൽ സോഹൻ ഏത് വശത്തേക്കാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ സൺസെറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൈറ്റ്, സോ സൺസെറ്റ് ആണ്. സൺസെറ്റ് ആകുമ്പോൾ നമ്മുടെ ഡയറക്ഷൻസ് എങ്ങനെയാണ്? ഡയറക്ഷൻസ് ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, സോ സൺസെറ്റിന്റെ സമയത്ത് സൂര്യൻ എവിടെയാണ് ഉണ്ടാവുക? പടിഞ്ഞാറ് ഭാഗത്താണ് ഉണ്ടാവുക. ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ വെസ്റ്റ്. ഓക്കെ, സോ ഒരു ഇമാജിനറി സൂര്യനായിട്ട് നിങ്ങൾ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്റെ ഡ്രോയിങ് ഒക്കെ വളരെ മോശമാണ്. ഓക്കെ, സോ ഇവിടെയാണ് സൂര്യൻ ഉള്ളത്. ഇനി രണ്ടുപേർന്ന് സംസാരിക്കുകയാണ്, മോഹൻ ആൻഡ് സോഹൻ അല്ലെ? അപ്പോ നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഇവരുടെ ഷാഡോ, മോഹന്റെ ഷാഡോ അദ്ദേഹത്തിന്റെ ഇടതുവശത്തേക്കാണ് വീഴുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അയാളുടെ ഇടതുവശത്തേക്കാണ് വീഴുന്നതെന്ന് പറയുന്നെങ്കിൽ മോഹൻ ഫേസ് ചെയ്യുന്നത് സപ്പോസ് സൗത്തും സോഹൻ ഫേസ് ചെയ്യുന്നത് നോർത്തിലേക്കുമാണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ മോഹൻ ഫേസ് ചെയ്യുന്നതാണ് നോർത്തും സോഹൻ ഫേസ് ചെയ്യുന്നതാണ് സൗത്ത് എങ്കിൽ, ഇതാണ് രണ്ട് പോസിബിലിറ്റീസ്. പിന്നീടുള്ള രണ്ട് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് രണ്ടുപേരും ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈസ്റ്റും വെസ്റ്റും ഫേസ് ചെയ്യുമ്പോൾ അവരുടെ ഷാഡോ വീഴുന്നത് ഇവിടെ നിന്നാണല്ലോ സൂര്യപ്രകാശം അടിക്കുന്നത് അല്ലെ? സൂര്യപ്രകാശം അടിക്കുന്നത് ഫ്രം ദിസ് സൈഡ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് സോഹൻ ഫേസ് ചെയ്യുന്നത് അങ്ങോട്ടും മോഹൻ ഫേസ് ചെയ്യുന്നത് തിരിച്ചുമാണെങ്കിൽ സോഹന്റെ ഷാഡോ വീഴുന്നത് അയാളുടെ നേരെ മുന്നിലായിരിക്കും. അല്ലെങ്കിൽ സോഹന്റെ ഷാഡോ മോഹന്റെ നേരെ മുന്നിലും മോഹന്റെ നേരെ പുറകിലേക്കും അങ്ങോട്ടായിരിക്കും വീഴുക. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മോഹന്റെ ഷാഡോ അയാളുടെ ഇടതുവശത്തേക്ക് വീണുവെന്നാണ്. ഓക്കെ, സോ അവർ ഫേസ് ചെയ്യുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ് നമുക്ക് മനസ്സിലാക്കാം. എന്നാലേ എയ്തർ സൈഡിലേക്ക് വീഴുള്ളൂ. കാരണം ഈസ്റ്റ് വെസ്റ്റ് നോക്കി നിൽക്കുകയാണെങ്കിൽ ഒരാളുടെ നേരെ മുന്നിലേക്കോ നേരെ പുറകിലേക്കോ ആണ് വീഴുക, സൈഡിലേക്ക് വീഴില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് പോസിബിലിറ്റീസ് ആണുള്ളത്. ഇനി മോഹൻ സൗത്തും സോഹൻ നോർത്തും ആണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഷാഡോ വീഴുന്നത് ഈ വശത്തേക്ക്. ഷാഡോ എപ്പോഴും ടുവേർഡ്സ് റൈറ്റ് ആണല്ലോ, അത് ഈ വശത്തേക്കാണല്ലോ വീഴുക. കാരണം സൂര്യൻ ഇവിടെയാണ് അല്ലെ? ഇവിടെയാണല്ലോ സൂര്യൻ, റൈറ്റ്? സോ മോഹന്റെ ഷാഡോ അയാളുടെ ഇടതുവശത്തേക്ക് വീണു. അങ്ങനെയാണെങ്കിൽ ഈ കേസ് ആണല്ലോ, സോഹൻ ഫേസ് ചെയ്യുന്നത് നോർത്താണ് അല്ലെ? ഇനി നമുക്ക് നോക്കാം, മോഹൻ നോർത്താണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഈ കേസ് ആണെങ്കിൽ ഷാഡോ വീഴുന്ന അപ്പോഴും ഇങ്ങോട്ട് തന്നെയാണ്. കാരണം സൂര്യൻ എപ്പോഴും അവിടെയാണ്, സൂര്യൻ ഇവിടെയാണല്ലോ ഉള്ളത്. ഷാഡോ ഇങ്ങോട്ടാണ് വീഴുന്നതെങ്കിൽ മോഹന്റെ വലതുഭാഗത്തേക്കല്ല, ഇതല്ലേ മോഹന്റെ റൈറ്റ്, ഇതല്ലേ മോഹന്റെ ലെഫ്റ്റ്. അപ്പൊ ഷാഡോ വീഴുന്ന മോഹന്റെ വലതുഭാഗത്തേക്കായിരിക്കും. പക്ഷെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? മോഹന്റെ ഇടതുഭാഗത്തേക്കാണ് ഷാഡോ വീഴുന്നത്. അതായത് മോഹന്റെ ഇടതുഭാഗത്തേക്കാണ് ഷാഡോ വീഴുന്നത് എന്ന് പറഞ്ഞാൽ
മോഹൻ സൗത്ത് ആണ് ഫേസ് ചെയ്യുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നതാണ് രണ്ടുപേരും ഫേസ് ടു ഫേസ് ആണ്, ഓപ്പോസിറ്റ് ആണ് ഫേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സോഹൻ നോർത്ത് ആണല്ലോ ഫേസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ദിസ് ക്ലിയർ, റൈറ്റ്?